ഇത് കളത്തൂർ പോലെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പരിപൂർണമായും കാർഷിക മേഖലയാണ്. സാധാരണക്കാരായ സത്യസന്ധരായ മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് കളത്തൂരിനെ ഞാൻ കാണുന്നത്. നമ്മുടെ കൃഷിയിടങ്ങളോട് ചേർന്ന് നിന്ന് അത്യധ്വാനം ചെയ്ത് മാതാപിതാക്കളിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ഭാവിയിൽ വളർന്നു വരുന്ന പുതിയ തലമുറ വിദ്യാസമ്പന്നരായി ബിസിനസ് രംഗത്തും പഠന രംഗത്തുമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ച് കാർഷിക രംഗത്ത് നല്ല വിളവുണ്ടാക്കി നല്ലതുപോലെ വളർന്നു വരാൻ കഴിയുന്ന ഒരു ജനതയാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ കരുതുകയാണ്. വിശ്വാസ ജീവിതത്തിൽ ജാതിമത ഭേദമന്യേ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ദൈവികമായ കാര്യങ്ങളിൽ ഈശ്വര ചിന്തയിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ല മാതൃകാപരമായ കുറേയേറെ കുടുംബങ്ങൾ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹവും ഒരു പശ്ചാത്തലവുമുണ്ട്. ആ നന്മ നിലനിർത്തുവാൻ ഭാവി കാലഘട്ടത്തിൽ ശ്രദ്ധയോടെ പോകുന്ന നല്ല കുടുംബ കൂട്ടായ്മയായി ഈ കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മാറേണ്ടതായിട്ടുണ്ട്. കളത്തൂരിൻ്റെ ഐശ്വര്യമായി, കളത്തൂരിൻ്റെ അനുഗ്രഹമായി കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ നാളുകളിൽ മാറട്ടെ എന്ന ആശംസയാണ് എനിക്ക് നേരാനുള്ളത്. ആ ചൈതന്യം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇവരിത്രയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന നല്ലൊരു ടീമാണ്. സാധാരണ സഹോദരിമാരാണ് നല്ല സെറ്റെല്ലാം നല്ല ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് ഇത്ര ഉദ്ഘാടന രീതികളിൽ വരും. ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത വെള്ള ഷർട്ടും വെള്ള മുണ്ടും നീലക്കരയുള്ള മുണ്ടോടുകൂടി ഒരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുകയാണ്. അതിൻ്റെ കൂടെ സംഘാടക സമിതിയിൽപ്പെട്ട സഹോദരിമാരും നീലയും വെള്ളയും ചേർന്ന വസ്ത്രധാരണവും നടത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടൊരു ഐക്യ മനോഭാവം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. കൂട്ടായ്മയുടെ ഒരു നല്ല മനോഭാവം ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതാണ് ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നതും നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു നന്മ എന്നും നിങ്ങൾക്ക് നിലനിർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെയൊക്കെ കൂടി ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാനിന്ന് 2:30 തന്നെ ഇവിടെ വന്ന് പത്തനംതിട്ടയിൽ ഞങ്ങളൊരു ജില്ലാ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് പരിപാടി ഇന്നലെ ക്രമീകരിച്ചു. പക്ഷേ നമുക്ക് തലേദിവസം അറിയില്ലല്ലോ ആരൊക്കെയാണ് ഇന്ന് ലോകത്തോട് ഇവിടെ പറയും. ഇന്നലെ 6-7 പേരാണ് നമ്മളുടെ വേണ്ടപ്പെട്ടവർ നിര്യാതരായി അവരുടെ അന്തിമ പ്രചാര ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ കണക്കാരിൽ നമ്മുടെ യുവ സുഹൃത്തിൻ്റെ മരണം അവിടെ എല്ലാവരും കുറച്ച് അത് വളരെ ലേറ്റായിട്ട് വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 7 മണിയോടുകൂടിയാണ് അവർ അടക്കം മാറ്റി വെച്ചു, സമയം മുന്നോട്ട് മാറ്റിയതാണ്. ഇങ്ങനെ ഒരുപാട് വേദനാജനകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാനതുകൊണ്ട് പത്തനംതിട്ടയിൽ വിളിച്ചറിയിച്ചു. കടുത്തുരുത്തിയിൽ ഇതുപോലെ വേദനയുള്ള കുടുംബങ്ങളിലും ആ സംഘടനകളിലും പങ്കെടുക്കാതെ ഞാൻ പാർട്ടി പരിപാടി എന്ന നിലയിൽ മാത്രം കൂടി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറകെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പത്തനംതിട്ടയിലൂടെ പോകണം. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വൈകിട്ട് എത്തണം. നാളെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. രാത്രിയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇവരെല്ലാവരും തുടർന്ന് സംസാരിക്കും. നല്ല നിലയിൽ ഈ പ്രോഗ്രാം ക്രമീകരിക്കുവാൻ നേതൃത്വം കൊടുത്ത കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ശ്രീയൻ ജേക്കബിനെ പ്രത്യേകം ഈ അവസരത്തിൽ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്, അതിന് മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് PJ മൈക്കിൾ വളരെ കർമ്മനിരതമായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട ശ്രീ PJ മൈക്കിൾ, ജനറൽ സെക്രട്ടറി KC ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരു ടീമായി നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മുഖമുദ്രയായി കാണാൻ കഴിയുന്നത്. ഈ നല്ല മനോഭാവം മുന്നോട്ട് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കുടുംബ കൂട്ടായ്മയായി വളർന്നു വരട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. ഭദ്രദീപം തെളിയിക്കുന്നതിനായി സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചുകൊള്ളുന്നു.